വെൽക്കം ബാക്ക് FR ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിൽ മിക്കവാറും പേർക്കും കാർ ഉണ്ടാവും. കാറ് നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പം അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പം AC യൂസ് ചെയ്യാത്തവരായിട്ട് ആരുണ്ടാവും? AC കാറിൽ AC ഇട്ട് പോകാത്തവർ ആരും? നമുക്ക് എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവും AC ഒക്കെ ഇട്ടിട്ട് യാത്ര ചെയ്യാൻ. AC മിക്കവാറും ആൾക്കാരും കാറിൽ AC ഇട്ടിട്ടാണ് പോകാറ്. അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇത്. അപ്പം എയർ ഫിൽറ്റർ, AC ഫിൽറ്റർ നമ്മൾ ഒരു 1.5 മാസം, ഒരു 2 മാസം, 2.5 മാസം കൂടുമ്പോൾ എന്ത് ചെയ്യണം? AC ഫിൽറ്റർ നിർബന്ധമായിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. നമ്മൾ ചെക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് കൂളിംഗ് പ്രശ്നങ്ങൾ ആണെങ്കിലും നമ്മുടെ ശരീരത്തിന് വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ സാധനം ആയിട്ടില്ലെങ്കിൽ. പുറത്തത്തെ പൊടിയാണെങ്കിലും ഉള്ളതാണെങ്കിലും എല്ലാം വലിച്ചെടുത്ത് ഫിൽറ്റർ ചെയ്തിട്ട് സർക്കുലേഷൻ ചെയ്യുന്നതാണ് ഇതിൻ്റെ ഉപയോഗം. അപ്പം ഇത് നമ്മൾ കറക്റ്റ് ടൈമിന് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊരു ഭാവിയിൽ പ്രശ്നങ്ങൾ പിന്നേക്ക് വന്നേക്കാം. അപ്പം അതിനാണ് ഞാൻ ഇത് മാറ്റാൻ പറയുന്നത് കേട്ടോ. അപ്പം കുറേ ആൾക്കാർക്ക് ചെക്ക് ചെയ്യാതെ വിടുന്നുണ്ടാവും. അപ്പോൾ ഏത് വർക്ക്ഷോപ്പിൽ നമ്മൾ ഏത് ഗ്യാരേജിൽ പോയാലും നിങ്ങൾ ഓയിൽ മാറ്റുമ്പോഴാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഇതൊന്ന് അയച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറയാം. അപ്പം എല്ലാവരും മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അറിയാത്തവർ കുറേ ആൾക്കാരുണ്ടാവും, അവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിർബന്ധമായിട്ട് നമ്മൾ AC യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും AC ഫിൽറ്റർ ചെക്ക് ചെയ്യാൻ നോക്കാം. എയർ ഫിൽറ്ററെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ ലോങ് വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പോയി വാച്ച് ചെയ്യുക. ഓക്കെ. അപ്പം എയർ ഫിൽറ്റർ എന്ന് പറയുമ്പം എയർ ഫിൽറ്റർ ബ്ലോക്ക് ആയാൽ വലിക്ക് മാറ്റം, വണ്ടി വലിക്കാതാവുക, മൈലേജ് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെയാണ് എയർ ഫിൽറ്ററിൽ സംബന്ധമായിട്ട് വരിക. അപ്പോൾ ഇതും കൂടി മാറ്റിയാൽ എഞ്ചിൻ ലൈഫ് ലെസ്സും കൂടി ഉണ്ടാവും. അപ്പോൾ അതാണ് എയർ ഫിൽറ്ററിൻ്റെ ഉപയോഗത്തിനെ കുറിച്ച് ഞാൻ വേറെ ബിഗ് വീഡിയോ അല്ല, ലോങ് വീഡിയോ ഞാൻ വേറെ ചെയ്യാം കേട്ടോ. അപ്പം ഷോർട്ട് വീഡിയോ ആയി ചെയ്യാന്ന് വിചാരിച്ച് ഞാൻ അറിയാത്ത ഒത്തിരി പേര് ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിലേക്കൊന്ന് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ കാര്യമായിട്ട് മാറേണ്ട സാധനം എന്ന് പറയുമ്പോൾ AC ഫിൽറ്റർ നമ്മൾ നിർബന്ധമായിട്ടും മാറ്റാൻ നോക്കാം കേട്ടോ. അപ്പം ചെറിയ പൈസ ഉള്ളൂ, നാട്ടിൽ കുറച്ച് പൈസ ഉണ്ടാവുള്ളൂ, എവിടെയും കുറച്ച് പൈസ ഉള്ളൂ. അപ്പം പല കമ്പനികളുണ്ട്. കമ്പനി ഏതാണെങ്കിലും കുഴപ്പമില്ല. AC ഫിൽറ്റർ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് മാറ്റാനായിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ മാറ്റിയിരിക്കണം കേട്ടോ. എയർ ഫിൽറ്റർ പിന്നെ നമ്മൾ ഓയിൽ മാറ്റാൻ പോകുമ്പോഴും അല്ലാതെ വലിക്ക് കമ്പനികൾക്ക് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോഴൊക്കെയാണ് ചെക്ക് ചെയ്യാറ്. അപ്പം കുറേ വർക്ക്ഷോപ്പിലെ ആൾക്കാർ ഇത് ചെക്ക് ചെയ്യാറില്ല. അപ്പം നമ്മൾ ചെക്ക് ചെയ്ത് കണ്ടില്ലെങ്കിൽ എന്തായാലും നമ്മളൊന്ന് അവരോട് പറയാം, ഇതൊന്നും ചെക്ക് ചെയ്യണം, ഇതിന് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാം കേട്ടോ. നമ്മളല്ല യൂസ് ചെയ്യുന്ന വണ്ടി. അപ്പം അത് നമ്മളെന്തായാലും ശ്രദ്ധിക്കണം. അപ്പം ഷാർജ, ദുബായ് ഭാഗത്തുള്ളവരാണെങ്കിൽ നമ്മളെ ഷോപ്പിലേക്ക് വരിക കേട്ടോ.